ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കുടുംബജീവിതം എന്നുള്ളത്. കുടുംബം എത്രമാത്രം പ്രാധാന്യം ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. കുടുംബജീവിതത്തിലെ ഏറ്റവും അഭിവാജ്യ ഘടകമാണ് നമ്മുടെ സഭ നിഷ്കർഷിക്കുന്നത് പോലെ കുട്ടികൾ നമ്മുടെ കൂടുതലായിട്ട് സഭ വളർത്തുവാനായിട്ട് വേണം എന്നുള്ളത്. കുടുംബജീവിതങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. മക്കളുടെ എണ്ണം കുടുംബത്തിൽ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. പലപ്പോഴും അതിന് കാരണമായിട്ട് നിൽക്കുക ചില അവസരങ്ങളിൽ കുട്ടികളാകുമ്പോൾ ചില പ്ലാനിങ്ങിലൂടെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞൊരു കുട്ടികൾ മതി എന്ന് പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ ജോലികളുടെ തിരക്ക് മൂലം അവർ പറയും ജോലിയുടെ ടെൻഷൻ കാരണം കുട്ടികളാകുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് വന്നു കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് പറയും. ചില അവസരങ്ങൾ പറയും കുട്ടികൾ ഉണ്ടാകുമ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ ചെലുത്തുമെന്നൊക്കെ. കുട്ടി വരുന്നതിന് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോവുക. പ്രത്യേകിച്ചും കുടുംബങ്ങൾ ഇങ്ങനെ ചുരുങ്ങി വരുമ്പോൾ, ഒരു കുട്ടിയിലേക്ക് മാത്രമൊക്കെയായിട്ട് ചുരുങ്ങി വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, നമ്മളൊക്കെ ഓരോ കുടുംബത്തിൽ നിന്നാണ് വരിക. നമ്മുടെ ദൈവം നമുക്കായിട്ട് ചൊരിഞ്ഞു തന്നിരിക്കുന്ന കൃപയാണ് മക്കൾ എന്നുള്ളത്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ കുടുംബത്തിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ പ്രയത്നിക്കണം, കുട്ടികൾ സഭയിൽ കൂടുതലുണ്ടാകുവാനായിട്ട്. അപ്പോൾ കുടുംബത്തിൽ കുട്ടികളുടെ ആവശ്യകതയെ തിരിച്ചറിയണം, നമ്മുടെ സഭ വളരുവാനായിട്ട്, കുടുംബം വളരുവാനായിട്ട്. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് മിഞ്ചു ആണ്. മിഞ്ചു ഒരമ്മയാണ്, അതുപോലെ തന്നെ രണ്ടാമത് അമ്മയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടാമതൊരു കുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളോട് പറയുകയാണ്. മിഞ്ചു അമ്മയാകുവാനായിട്ട് ഒരുങ്ങിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു അമ്മയാണ്, ആ കുട്ടി എത്രമാത്രം കുടുംബത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, കുടുംബജീവിതത്തിന് ഒരു കുട്ടി എത്രമാത്രം സന്തോഷം തരുന്നത് ഒന്നാണ് ഇന്ന് തൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് മിഞ്ചുവിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം. സ്വാഗതം മിഞ്ചു. അപ്പോൾ മിഞ്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അപ്പോൾ ഒരു കുട്ടി ഓൾറെഡി ആയി. അപ്പോൾ കുട്ടി ഇപ്പോൾ LKG പഠിക്കുന്നു, പ്രീ KG പഠിക്കുന്നു, 4 വയസ്സാകുന്നു. രണ്ടാമതൊരു കുട്ടിക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഞ്ചുവിൻ്റെ ഒരു അനുഭവം, അതായത് കുടുംബജീവിതത്തിലേക്ക്, ആദ്യം കുടുംബജീവിതം 2019 വിവാഹം കഴിച്ചു. അതിനുശേഷം ആദ്യത്തെ കുട്ടിക്കായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഒരുക്കം അതെങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാൻ പറ്റും? 2019 സെപ്റ്റംബറിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം, അത് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ആഗ്രഹം പ്രബലപ്പെട്ട് വന്നത്. അതല്ലാതെ ഞങ്ങളിപ്പോൾ വേണ്ട അങ്ങനെയൊന്നും തീരുമാനിച്ച് അങ്ങനെ ഒരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 6 മന്ത്സിന് ശേഷം ആ ഒരു ഒരു കുഞ്ഞ് എന്തായാലും പെട്ടെന്ന് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വിവാഹത്തിന് മുമ്പൊക്കെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു അച്ഛൻ്റെ പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ഗർഭം ധരിക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോഴാണ് പരിശുദ്ധ മറിയം ഗർഭം ധരിച്ചത്. അങ്ങനെ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു എന്നുള്ള പ്രാർത്ഥന കൂടെ ചൊല്ലുകയും അങ്ങനെ ഞാൻ ഒരുങ്ങുകയുമാണ് ചെയ്തത്. അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഗുഡ് ന്യൂസ് ഈശോ തരുകയും ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ കുട്ടി റൂത്ത് ഇപ്പോൾ പ്രീ KG പഠിക്കുകയാണ്. അപ്പോൾ റൂത്ത് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരുടെയും, അജിൻ നമ്മുടെ ഭർത്താവാണ് മിഞ്ചുവിൻ്റെ, അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ കുടുംബജീവിതത്തിൽ എത്ര സ്വാധീനമുണ്ടായി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു റൂത്തിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് എത്രമാത്രം വിശിഷ്ടമായിരുന്നു നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടേജ്, അജിൻ്റെയും മിഞ്ചുവിൻ്റെ ഒരു ബോണ്ട് കുടുംബജീവിതത്തിൽ എത്രമാത്രം വളർത്തി, കുടുംബജീവിതത്തിലെ പ്ലാനിങ്ങിൽ എത്രമാത്രം അതൊരു അനുഗ്രഹമായിരുന്നു, മുന്നോട്ട് പോകാൻ ശക്തി തന്നു, ഇതൊക്കെയൊന്ന് നമുക്കൊന്ന് പറയാനായിട്ട് പറ്റും? ഞാനൊരു അമ്മയായതിലുപരി എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു അപ്പനായി കാണുന്ന ആ ഒരു കാഴ്ചയായിരുന്നു. കുഞ്ഞിനെ ലാളിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും, അതായത് മുമ്പ് കാണാത്തൊരു മുഖമാണ് നമ്മൾ അപ്പന്മാരുടെ ഒരു മുഖം നമ്മൾ കാണുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഒരു കുഞ്ഞിനെ നമ്മുടെ കൈകളിലേക്ക് തരുമ്പോൾ ദൈവം അതിനപ്പുറം അനുഗ്രഹങ്ങൾ ആ കുഞ്ഞിൻ്റെ കൂടെ വച്ചിട്ടാണ് നമുക്ക് തരിക എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു ബോണ്ടിങ് അവിടെ സ്ട്രോങ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുക, അവൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആ ഒരു ബോണ്ടിങ് ഒക്കെ ഞങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം, ഇപ്പം നിങ്ങൾ കൺസീവ് ആയെന്നറിഞ്ഞു,
അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രാർത്ഥനകൾ നമ്മൾ കൂടുതലായിട്ട് പിന്നീട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രചോദനം തന്നത്, ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു അതൊന്ന് പറയാം. പ്രാർത്ഥനയിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ പലരും എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാൻ അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു ഇപ്പോഴും. ആർമിസയിൽ മാലാഖയോടുള്ള പ്രാർത്ഥന, അങ്ങനെ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയുള്ള അതിന് എക്സ്ക്ലൂസീവായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങുള്ളായിരുന്നു. പ്രത്യേകം ഈ മാലാഖയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് വലിയ കാക്കുന്ന കാവൽ മാലാഖയുടെ സംരക്ഷണം ഈ കൊച്ചിന് എപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. അങ്ങനെയെല്ലാം ഒരുങ്ങിയിരുന്നു. കുട്ടി കൺസീവ് ആയി എന്ന് പറഞ്ഞു. അത് ഒരു ഭയമോ പേടിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ടെൻഷനോ എന്തെങ്കിലും മിഞ്ചുവിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നായിരുന്നു? ഒരിക്കലുമില്ല. അത്ര ആഗ്രഹിച്ചിട്ടാണ് കൺസീവ് ആയത്. ഒരു ഭയമോ ഒരു ടെൻഷനോ ജോലി പോവും എന്നുള്ള ടെൻഷനോ അങ്ങനെ ഒന്നും ഞാൻ വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു നീ ജോലിക്ക് നീ എന്നെ തിരിച്ചു വിളിക്കുമോ അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പോഴും കുഞ്ഞ് ആയിരുന്നു പ്രയോറിറ്റി. അത് കഴിഞ്ഞ് പിന്നെ ജോലിക്കൊന്നും പറ്റിയൊന്നുമില്ല. കുഞ്ഞ് ജനിച്ചു 6 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ജോലിക്ക് പോയി. അങ്ങനെ ആ ഒരു രീതിയിലൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ എന്താ പറയുക സുഖമായി പ്രസവിച്ചു. കുട്ടി ആയി കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റിവെച്ച സമയങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെയാണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ എല്ലാ അപ്പനമ്മമാരുടെയും പോലെ നമുക്ക് ആദ്യം ഉണ്ടാവുക ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3 മാസമൊക്കെ പിടിക്കും ആ കുട്ടി ഒന്ന് അഡ്ജസ്റ്റായി വരാനായിട്ട് ഈ ഭൂമിയിലോട്ട്. അപ്പോൾ ആ ഒരു സമയം അതൊക്കെ പക്ഷേ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ അതിനെടുത്തു. കൊച്ചിനെ അതുപോലെ തന്നെ കരഞ്ഞാലും എത്ര രാത്രിയായാലും എടുത്ത് ഉറക്കി അതിന് പാലൊക്കെ കൊടുത്ത് അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ കൊച്ച് വളർന്നു വരുന്തോറും വാശികളും കൂടുതലാണ്. എങ്കിലും എന്താ പറയുക ഒരു അഭിമാനമാണ് കാണുമ്പോൾ. ഞാൻ ജന്മം കൊടുത്ത കുഞ്ഞ്, ഞങ്ങൾ ജന്മം കൊടുത്ത കുട്ടി എന്നൊക്കെ പറയുമ്പോൾ വളരെ അഭിമാനമാണ്. ഇപ്പോഴും രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒരു കുഞ്ഞ് മനുഷ്യൻ രൂപപ്പെട്ട് വരുന്നതിൻ്റെ സന്തോഷവും അതിയായ സന്തോഷവും ഉണ്ട്. ഒന്നും കൂടെ അമ്മമാരോട് മാത്രം ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. അതായത് കുഞ്ഞ് ഒരാൾ കൂടെ ഒരു ജീവനും കൂടെ നമ്മുടെ ഉള്ളിലുള്ളൊരു സമയമാണ്. ഇപ്പോഴും നമ്മൾ രണ്ടാമത്തെ കുട്ടിക്ക് വരുമ്പോൾ ഒരു ജീവനും കൂടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് സംസാരിക്കാനായിട്ട് വരാൻ നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള കുട്ടിയോട് ചിലപ്പോൾ അമ്മയുടേതായ കുറേ കാര്യങ്ങൾ ലാളനകൾ നമുക്ക് വയറ്റിൽ വെച്ച് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പുതിയ അമ്മമാർ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള ജീവിതത്തിലുള്ള ശരീരത്തിലുള്ള ഉള്ളിലുള്ള നമ്മുടെ ഒപ്പമുള്ള രണ്ടാമത്തെ ജീവൻ നമ്മൾ കൊടുക്കുന്ന ചില ലാളനകൾ എങ്ങനെയുള്ളതാണെന്ന് പറയാം. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ കുഞ്ഞിൻ്റെ അനക്കം വെച്ച് തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ കുഞ്ഞ് വയറ്റിൽ കിടന്ന് അനങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അഭിമാനവും എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണത്. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ റൂത്തിൻ്റെ മൂത്ത ആളുടെ സമയം തൊട്ടും ഞാൻ അവൾക്കൊരു പേരിടും. ആ പേര് ഇട്ട് വിളിക്കും. അങ്ങനെ വർത്താനം പറയും, എന്തെടുക്കുക, നീ എപ്പോൾ വരും, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പയ്യെ ഇങ്ങനെ വീണ്ടും അനങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞും. ഇപ്പം റൂത്താണ് കൂടുതൽ സംസാരിക്കണേ കുഞ്ഞായിട്ട്. അപ്പോഴത്തേക്ക് റൂത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 7 മാസം കംപ്ലീറ്റ് ആയി, 8th മന്ത് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ഈ റൂത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അകത്ത് കിടന്ന ആൾ ചവിട്ടാൻ തുടങ്ങും. അതൊക്കെ വല്ലാത്തൊരു അനുഭൂതി സൃഷ്ടിക്കുന്നൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വയറ്റിൽ കിടക്കുമ്പോൾ തൊട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് പിള്ളേർ പുറത്ത് വന്നാലും അവരത് ലിസൺ ചെയ്യും, നമ്മളായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്. ഓക്കെ. അതുപോലെ ഗർഭവതി ആയിരിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കും നമ്മൾ കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ഒരു കരുതൽ നമുക്കിപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ അറിയത്തില്ലാത്തവർ കാണും. അവർക്ക് വേണ്ടി എന്താണ് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മുടെ പങ്കാളി കൂടുതൽ വേണം, കൂടുതൽ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതെന്തായിരിക്കും അജിനിൽ നിന്ന് കൂടുതൽ മിഞ്ചു ആഗ്രഹിക്കും? ഒരു പ്രഗ്നൻസി ജേർണി സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ടാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ എൻ്റെ പങ്കാളി എനിക്ക് തന്നിട്ടുള്ളൊരു സപ്പോർട്ട് ഒരു വാക്കുകൊണ്ട് പോലും ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ കണ്ണുനീര് വരാൻ അനുവദിക്കില്ല. അങ്ങനെ ആ ഒരു സ്നേഹം ഹസ്ബൻഡിൻ്റെ മാത്രമല്ല, ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ. ഞാൻ എന്താ പറയുക,
മെജോറിറ്റി ഓഫ് ദ ഡേയ്സും ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ചിലവഴിച്ചിട്ടുള്ളത്, ആദ്യത്തെ ആയാലും രണ്ടാമത്തെ ആയാലും. അപ്പോൾ ഇവിടുത്തെ വീട്ടുകാരുടെ, ഇവിടുത്തെ ഡാഡിയുടെയും മമ്മിയുടെയൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ നമിക്കുക തന്നെ വേണം. കാരണം ഒരിക്കൽ പോലും എൻ്റെ കണ്ണ് നിറയാനായിട്ട് അവർ അനുവദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അതും. അതെ, ഇമോഷനാണ്, ശരിക്കും ഇമോഷനാണ്. ഇപ്പോൾ അവസാനമായിട്ടൊരു ചോദ്യം, ഇപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുണ്ട്, കുട്ടികൾ വേണ്ട എന്ന് വെച്ചിട്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മിഞ്ചുവിൻ്റെ അനുഭവത്തിൽ നിന്ന്, കുടുംബജീവിതത്തിൽ നിന്നും, ഇപ്പോൾ രണ്ടാമത് അമ്മയാകാൻ പോകുന്നതിൻ്റെ അനുഭവത്തിൽ നിന്നും കുട്ടികൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ എന്നൊരു അഡ്വൈസ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു അഡ്വൈസ് എന്താണെന്ന് പറയാം? ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒത്തിരി കപ്പിൾസ് ഉണ്ട്, അവർക്ക് എന്താ പറയുക, പറയത്തക്ക കാരണങ്ങളൊന്നുമില്ല എങ്കിലും കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇപ്പോൾ വേണ്ട, ഇപ്പം എനിക്ക് ജോലി എടുത്ത് ജീവിച്ചാൽ മതി എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് എപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഒരു എന്താ പറയുക, ഒത്തിരി അനുഗ്രഹങ്ങളായിട്ടാണ്. അതൊരിക്കലും നമ്മൾ വേണ്ട എന്ന്, ദൈവം നമുക്ക് തരുന്ന സമയത്ത്, നമ്മളുടെ ആ ഒരു ഉചിതമായ സമയത്ത് ദൈവം നമുക്ക് തരുന്നത് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുള്ളവരും ഒത്തിരി അതിനുവേണ്ടി ഒത്തിരി വേദന സഹിക്കുന്നവർക്കും എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങുക. ദൈവം കേൾക്കാതിരിക്കില്ല, കൂടെ തന്നെയുണ്ട്. ഇതുവരെ കൈപിടിച്ച് നടത്തിയ ദൈവം ഇനിയും നടത്തും എന്ന് ഉറച്ച് വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഒത്തിരി നന്ദി മിഞ്ചു. വളരെ പേഴ്സണലായിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഒരമ്മ പറയാനായിട്ട്. അപ്പം ഞാനത് മിഞ്ചുവിനോട് സന്തോഷത്തോടു കൂടി വരികയും നമ്മൾ കൂടുതൽ കുട്ടികൾ സഭയ്ക്ക് വേണം താല്പര്യത്തോട് വരികയും ചെയ്തു. ഇനി നാട്ടിലേക്ക് പോവുകയാണ് പ്രസവ ഒരുക്കത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഞ്ചു ആരോഗ്യമായിട്ടിരിക്കട്ടെ. ഫാമിലിക്ക് വേണ്ടി, അജിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു.